ഹായ് ഓൾ, നമുക്കൊരു പാസ്ത റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 2 സവാള, ഒരു തക്കാളി, 3-4 ബീൻസ്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി എടുത്തിട്ടുണ്ട്. 1/2 kg പാസ്ത നല്ല തിളച്ച വെള്ളത്തിൽ 1 സ്പൂൺ ഉപ്പ് കൂടിയിട്ട് കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളകിന് പുറമേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓരോന്നായിട്ട് സവാള ആഡ് ചെയ്യുന്നു, ബീൻസ്, തക്കാളി. നിങ്ങൾക്ക് ഏതെങ്കിലും വെജിറ്റബിൾസ് ഇതല്ലാതെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റൊക്കെ ആഡ് ചെയ്യുന്നത് ടേസ്റ്റിയാണ്. ഈ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടില്ല. വെജിറ്റബിൾസ് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ടി വരുന്നതിനിടയ്ക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴണ്ടി വരണം, എങ്കിലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾസ് എല്ലാം വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ഒരു ഹാഫ് വഴണ്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം തന്നെ ആഡ് ചെയ്താൽ ചിലപ്പം അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെജിറ്റബിൾസ് ഒരു ഹാഫ് വഴണ്ടി വന്നതിന് ശേഷം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാസ്ത വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാസ്ത മസാല ഒരു 2 പാക്കറ്റ്, ചെറിയ പാക്കറ്റാണ്, 2 പാക്കറ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. വീണ്ടും ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പാസ്ത. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാല റെഡി ആയതിനു ശേഷം ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ആഡ് ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്ത കുതിർത്തിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ തയ്യാറാക്കിയ മസാലയും ഈ പാസ്തയും കൂടി ഇതിലേക്ക് നന്നായിട്ട് ചേർന്ന് പിടിക്കണം. പാസ്ത ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ ഇത് വെന്തിട്ടുണ്ട് ആവശ്യത്തിന്. ജസ്റ്റ് മസാലയായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇളക്കി കൊടുക്കുന്നു. അത്ര നേരം മാത്രം സ്റ്റൗവിൽ വെച്ചിരുന്നാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, കാണുമ്പോൾ തന്നെ നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഈസി പാസ്ത റെസിപ്പി തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറെടുക്കാം, ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പാസ്ത റെസിപ്പി തയ്യാറാക്കി കഴിഞ്ഞു. നന്നായിട്ട് ഞാനത് ഇളക്കി ചേർത്തു. ഇനി നമുക്ക് സെർവ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.